അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച് പഠിച്ച് തെറ്റാവാണ്. 2021 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാ പിടിച്ചോ 2022 ചോദ്യങ്ങൾ. അവിടെ ഈ ചോദ്യം ഞാനൊന്ന് മാറ്റി എഴുതുന്നു. ചോദ്യം എങ്ങനെയാണ്? √3 മൈനസ് √2 ബൈ √3 പ്ലസ് √2 പ്ലസ് √3 പ്ലസ് √2 ബൈ √3 മൈനസ് √2. ഇങ്ങനെയാണ് കേട്ടോ ചോദ്യം. ഇതിനെ നിങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതണം. ഇങ്ങനെയാണ് ചോദ്യം എങ്കിൽ, ഈ തരത്തിലാണ് ചോദ്യം വന്നതെങ്കിൽ ഇതിനെ എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ നോക്കുന്നു. എടാ ഇതിൽ നോക്കിക്കേ, ഒരു പ്രത്യേകതയുണ്ട്. 3 2 3 2 3 2 3 2 എല്ലാം റിപ്പീറ്റഡ് ആണ് അല്ലെ? ഇത് ഏത് രൂപത്തിലേക്ക് കിടക്കുന്നേ? √a മൈനസ് √b, ഇത് രണ്ടാണ് കേട്ടോ, ബൈ √a പ്ലസ് √b. അതിനെ കൂട്ടുന്നു. എന്തുകൊണ്ട്? √a പ്ലസ് √b ബൈ √a മൈനസ് √b. നിങ്ങൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം, ആ സോൾവ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. അത് ഞാൻ ഇവിടെ എഴുതി തരുന്നു. ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് ചോദ്യം കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂടാ. ആ എയും ബിയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക, അതിന്റെ ഇരട്ടി എടുക്കുക. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ഇതില് എയും ബിയും തമ്മിൽ കൂട്ടുന്നു. എന്താണ് ഇവിടെ എ? ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്നത് എന്താ? ബി എന്താണ്? അത് 2. ഇനി ഗുണിച്ചാൽ മതി, ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ 2 ഗുണിക്കണം എ പ്ലസ് ബി, 3 പ്ലസ് 2 ബൈ എ മൈനസ് ബി, 3 മൈനസ് 2. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. അപ്പൊ 2 ഗുണിക്കണം 3 2 കൂട്ടിയാൽ കിട്ടുന്നത് 5 ബൈ 3ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്നത് 1. കഴിഞ്ഞു നമ്മുടെ പരിപാടി. 5/1 എന്ന് പറഞ്ഞാൽ എന്താ? അത് 5 തന്നെ അല്ലെ? അപ്പൊ 2 ഗുണം 5 ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടി. അത് 10. 10 എവിടെ കിടക്കുന്നു? ഇതേ കിടക്കുന്നു. അപ്പൊ സെറ്റല്ലേ? ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മക്കളെ, 156 എന്ന് പറയുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടുപിടിക്കണം. നമ്മളിത് കഴിഞ്ഞ പാർട്ടിൽ ചെയ്തതാണ്. 156 ആ സംഖ്യയുടെ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനധികം സമയം കളയണ്ട, നമുക്കുള്ള ലോട്ടറിയാണ്. അപ്പോ 25 അവസാനം വന്നിരിക്കുന്നതെങ്കിൽ ഈ മുഴുവൻ സംഖ്യയുടെ വർഗമൂലത്തിന്റെ അവസാനത്തെ ഡിജിറ്റ് 5 ആയിരിക്കും. നമ്മൾ ഓപ്ഷൻ നോക്കി, എല്ലാം 5 എല്ലാം 5. നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു. എടാ, ഈ 25 മാറ്റി നിർത്തിയിട്ടുള്ള ആള് അത് എത്രയാ? 156. ആ 156 തൊട്ട് മുകളിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ മതി. 156 തൊട്ട് മുകളിൽ വരുന്ന ആളാരാ? 144 അല്ലെ? 144 എന്ന് പറയുന്നത്, അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 12. അപ്പൊ അടുത്ത സംഖ്യ ഏതാ? 13. 13ന്റെ റൂട്ട് എത്രയാ? 169 അല്ലെ? 13ന്റെ സ്ക്വയർ, റൂട്ടല്ല, 13ന്റെ സ്ക്വയർ എത്രയാ? 169. 169 എന്ന് പറയുന്നത് 156 വലുതാണ്. ഓക്കെ, അപ്പൊ 156 തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ, തൊട്ട് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ, അത് 144. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 12. നമ്മുടെ ഉത്തരായി ഓപ്ഷൻ എ. നമ്മൾ ഇതേ ചോദ്യം പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ: 1/2ന്റെ സ്ക്വയറിനോട് കൂട്ടണം 1/√4ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോ a/b എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ സ്ക്വയർ കാണാൻ നമ്മൾ അതിന്റെ അംശത്തിന്റെ സ്ക്വയറും കാണണം, താഴെ കിടക്കുന്ന ഛേദത്തിന്റെ സ്ക്വയറും കാണണം. ഓക്കെ, a/b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് a²/b² ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: 1² / 2² പ്ലസ് 1² /√4ന്റെ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഓക്കെ, അംശത്തിനും ഛേദത്തിനും ആ സ്ക്വയർ കൊടുത്തു എങ്കിൽ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, ബൈ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 തന്നെ, പ്ലസ് അപ്പുറത്ത് 1ന്റെ സ്ക്വയർ 1 ബൈ √4 അതിന്റെ സ്ക്വയർ. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ? 4 മാത്രമേ ഉള്ളൂ.
1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻസിന്റെ പാർട്ട് മുഴുവൻ കേട്ടവരല്ലേ നിങ്ങൾ? എങ്കിൽ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? അത് 1/4 ഭാഗമല്ലേ? അപ്പൊ 1/4 1/4 കൂടിയാൽ എത്രയാണ്? 1/4 ഭാഗവും 1/4 ഭാഗവും കൂടിയാൽ അരയാണ്, പകുതിയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ സമയം കളയണ്ടോ? ഇത്രയും സമയം കളയണ്ട. ഇതൊക്കെ ഒന്ന് സ്പീഡാകുമ്പോൾ ഇതിനേക്കാൾ വേഗത്തിൽ ഉത്തരം കിട്ടും. മക്കളെ 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യത ഇല്ലാത്തത്. പൂർണ്ണവർഗമാകാൻ സാധ്യത ഇല്ലാത്ത കണ്ടീഷൻ എന്താ? ആ സംഖ്യയുടെ അവസാനം 2, 3, 7, 8 വരില്ല. അതുണ്ടോ നോക്കിയാൽ അതാണ് ഉത്തരം. ദേ കിടക്കുന്നു. 2ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ. അപ്പൊ ഒരു കാരണവശാലും 2502ന്റെ റൂട്ട് എടുത്താൽ അതൊരു പൂർണ്ണ സംഖ്യ ആയിരിക്കില്ല. അതൊരു സംഖ്യയും പോയിന്റും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2502 ആണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. റൂട്ട് ഓഫ് 1.44ന്റെ ഉത്തരം. ഞാൻ എന്ത് പറഞ്ഞു? ആ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യയുടെ റൂട്ട് ആദ്യം എടുക്കുക. 144ന്റെ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. ഇനി ചോദ്യത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക റൂട്ടിനകത്ത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2ന്റെ പകുതി ആളുകളെ വരാൻ പാടുള്ളൂ, ഒരാളെ വരാൻ പാടുള്ളൂ. എന്തായിരിക്കും? 12 എന്നതിനെ പുറകിൽ നിന്ന് ഒരു സ്ഥാനം നീക്കി കുത്തിടുക. ഒരു സ്ഥാനം നീക്കി കുത്തിട്ടപ്പോൾ നമ്മുടെ ഉത്തരം 1.2 എന്നായി. 1.2 ഓപ്ഷൻ ബി. ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 6ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ്. ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, ഒരു വാക്ക് കൂടുതൽ ഇട്ടു. എന്താണ്? വർഗമൂലം എന്ന് വെച്ചാൽ എന്താണ്? അത് റൂട്ട്. അത്രേ ഉള്ളൂ. 1.44ന്റെ റൂട്ട് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അത് 1.2 തന്നെ. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമ്മളിത് ഇതേ ടൈപ്പ് ചോദ്യം ഒരെണ്ണം ചെയ്തിരുന്നു. നമുക്കിതും ചെയ്യാം. എങ്ങനെ? 8200നോട് ആ ഓപ്ഷൻസ് ഒക്കെ കൂട്ടണം. അപ്പൊ ഓപ്ഷൻസ് ആദ്യം എഴുതി വെക്കാം. ഓപ്ഷൻസ് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് കൂട്ടുന്നു. ഓപ്ഷൻ എ 64 കൂട്ടി, അപ്പൊ നമുക്ക് 8264 എന്ന് കിട്ടി. ഓപ്ഷൻ ബി 8200നോട് 100 കൂട്ടി, അപ്പൊ 8300 എന്ന് കിട്ടി. ഓപ്ഷൻ സി 8200നോട് 154 കൂട്ടിയപ്പോൾ നമുക്ക് 8354 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി 8200നോട് 81 കൂട്ടിയപ്പോൾ നമുക്ക് 8281 എന്ന് കിട്ടി. 82, 81 കിട്ടി. ഓക്കെ മക്കളെ, ഞാൻ എന്ത് പറഞ്ഞു? പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്ത കണ്ടീഷൻ എന്താ? അതിന്റെ അവസാനത്തെ ഡിജിറ്റ് 2, 3, 7, 8 ആയിരിക്കും. 2, 3, 7, 8 ആണ് ഒരു സംഖ്യയുടെ അവസാനം വന്നിരിക്കുന്നതെങ്കിൽ ആ സംഖ്യ ഒരിക്കലും ഒരു പൂർണ്ണവർഗമാവില്ല. ഇവിടെ 2, 3, 7, 8 ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇതിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്തത് എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947. ഇതിലെ 1, 9, 4, 7 ഇവരുടെ ഡിജിറ്റൽ റൂട്ട്, അതായത് ഇതിലെ അക്കങ്ങളെല്ലാം കൂട്ടിക്കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 7 ആയിരിക്കണം. നോക്കാം, കൂട്ടാം. 8ഉം 2ഉം കൂട്ടിയപ്പോൾ 10, 6ഉം 4ഉം കൂട്ടിയപ്പോഴും 10, 10ഉം 10ഉം കൂട്ടിയപ്പോൾ 20, 20ലെ 2ഉം 0ഉം വീണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 2. 1 അല്ല, 9 അല്ല, 4 അല്ല, 7 അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം. ഓരോന്ന് ചെക്ക് ചെയ്യാം. 8 + 3 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 11. പിന്നെ 0, 0 ആണ്. അത് കൂട്ടിയാലും 11 തന്നെ കിട്ടും. അപ്പൊ 1 + 1 കൂട്ടിയപ്പോഴും കിട്ടിയ ഡിജിറ്റൽ റൂട്ട്, സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുന്നത് 2. ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സി 8ഉം 3ഉം കൂട്ടിയപ്പോ 11, 11ഉം 9ഉം കൂട്ടിയപ്പോ 20, 2 + 0 അപ്പോഴും കിട്ടുന്നത് 2. അപ്പൊ ഓപ്ഷൻ സിയോ അല്ല. എന്തായാലും ഓപ്ഷൻ ഡി ആയിരിക്കും. നോക്കാം. 8ഉം 2ഉം കൂട്ടിയപ്പോൾ 10, 10ഉം 9ഉം കൂട്ടിയപ്പോൾ 19, അതിനെ വീണ്ടും കൂട്ടിയപ്പോൾ 1, 9ഉം കൂട്ടിയപ്പോൾ 10, വീണ്ടും കൂട്ടിയപ്പോൾ 1 + 0 1. അതൊരു സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലേ? അത് 1 ആണ്. 1947 വരുന്ന ഡിജിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഉത്തരം
ഒരു പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ സംഖ്യ 8200 81 കൂട്ടിയപ്പോൾ കിട്ടിയതാണ്. അപ്പൊ 81 കൂട്ടേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്തേക്ക് പോവാം മക്കളെ. 8ാമത്തെ ചോദ്യം ഇങ്ങനെ, 6/4 വർഗമൂലം, ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊരു മിശ്ര ഭിന്നമാണ്. 6/4 ഇതിനൊരു ഭിന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റും എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? 6ഉം 4ഉം ഗുണിക്കുന്നു, മുകളിലിരിക്കുന്ന 1 കൂട്ടുന്നു. 6 4 24, മുകളിലിരിക്കുന്ന 1 കൂട്ടിയാൽ 25 ബൈ താഴെ ആരാണോ ഉള്ളത് അയാളെ നമ്മൾ അതുപോലെ എഴുതുന്നു. അപ്പൊ 25/4 എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പൊ √25/4. മക്കളെ, നമ്മള് സ്ക്വയർ കാണാൻ പഠിച്ചു അല്ലെ? x/y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എക്സിനും ആ സ്ക്വയർ ബാധകമാണ്, ആ വൈനും സ്ക്വയർ ബാധകമാണ്. അതേപോലെ x/yന്റെ റൂട്ട് കാണാൻ പറഞ്ഞാലും ഇതേ കണ്ടീഷനാണ്. ആ എക്സിനും ഈ റൂട്ട് ബാധകമാണ്, വൈനും ഈ റൂട്ട് ബാധകമാണ്. സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ കണ്ടീഷൻ വെച്ച് നമുക്കിത് ചെയ്യാലോ. √25/√4 എന്ന് എഴുതാം. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 5 ബൈ 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാടാ? 2. 5/2 ഓപ്ഷനിലൊന്നുമില്ല. 5/2 എന്ന് പറഞ്ഞാൽ എന്താ? ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? പകുതി കാണുന്നതാണ്. 5ന്റെ പകുതി 2.5. അത് ഓപ്ഷൻ എയിൽ കിടക്കുന്നു. മക്കളെ, 9ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 3 4 5 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? ഓക്കെ മക്കളെ, അപ്പൊ ഇവരുടെ പൂർണ്ണവർഗ സംഖ്യ ആകണമെങ്കിൽ ഇവരുടെയൊക്കെ അവസാനം 2 പൂജ്യങ്ങളുണ്ട്. 2 പൂജ്യങ്ങളുണ്ട്. പൂജ്യങ്ങളില്ലാത്ത സംഖ്യകൾ നോക്കിക്കേ. 14 6 36 9. ഇതിലേതാണ് പൂർണ്ണവർഗങ്ങൾ? 14 ഒരു പൂർണ്ണവർഗ സംഖ്യ അല്ല, 6 ഒരു പൂർണ്ണവർഗ സംഖ്യ അല്ല, 36 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് കൃത്യം ഒരു എണ്ണൽ സംഖ്യ കിട്ടും, 6. 9 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. 9ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് കൃത്യം ഒരു എണ്ണൽ സംഖ്യ കിട്ടും, 3. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും മാത്രമാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമ്മുടെ ഉത്തരമല്ല. എങ്ങനെ ചെക്ക് ചെയ്യണം? അപ്പൊ ഈ 3600നെയും 900നെയും നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ? 3 4 5 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അതിനാണ് നമ്മൾ ഡിവിസിബിലിറ്റി റൂള്, ഹരണ സാധ്യത നിയമം പഠിച്ചിരിക്കുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. 3600നെയും 900നെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം ചെറുതിനെ നോക്കാം. ചെറിയ സംഖ്യയല്ലേ ചോദിച്ചിരിക്കുന്നത്. 900നെ ആദ്യം ചെക്ക് ചെയ്യാം. 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്നെങ്ങനെ പരിശോധിക്കും? ഇതിലുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കും. 9 + 0 + 0 കൂട്ടിയാൽ കിട്ടുന്നത് 9. ആ 9 3ന്റെ ഗുണിതല്ലേ? 3 × 3 ആണ് 9. അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. തെറ്റ്. 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? അവസാനത്തെ 2 അക്കങ്ങളെ നോക്കുക. അവസാനത്തെ 2 അക്കങ്ങൾ 0മോ 4ന്റെ ഗുണിതമോ ആണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം. ഇവിടുത്തെ അവസാനത്തെ 2 അക്കങ്ങൾ എന്താ? പൂജ്യങ്ങളാണ്. 4 കൊണ്ടും സെറ്റ്. 5 കൊണ്ടൊരു സംഖ്യനെ ഹരിക്കാൻ കഴിയുമോ നോക്കണം. 5 കൊണ്ടൊരു സംഖ്യനെ ഹരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ നോക്കുക? അവസാനത്തെ അക്കം നോക്കും നമ്മൾ. അത് 5ഓ 0മോ ആണെങ്കിൽ 5 കൊണ്ട് ഹരിക്കാം. ഇവിടെ അവസാനത്തെ അക്കം 0ആണ്. 5 കൊണ്ട് ഹരിക്കാം. ഇനി 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. 6 കൊണ്ട് എങ്ങനെയാ ഹരിക്കുക? ഈ സംഖ്യ ഇരട്ട സംഖ്യ ആണോ നോക്കണം. ഈ സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 900നെ നമ്മൾ നേരത്തെ നോക്കി. ഇരട്ട സംഖ്യ അല്ലേ? അവസാനം 0 വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 6 കൊണ്ടും പറ്റും. അപ്പൊ എല്ലാം കൊണ്ടും 900ന് പറ്റും. ഇനി 3600ന് നോക്കാം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 + 6 + 0 + 0 9. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അവസാനത്തെ 2 ഡിജിറ്റുകൾ 0, അപ്പോഴും പറ്റും. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അവസാനത്തെ ഡിജിറ്റ് 0. 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇരട്ട സംഖ്യ ആണോ നോക്കുക. ആണ്. അവസാനത്തെ ഡിജിറ്റ് 0ആണ്. പിന്നെയോ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അത് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 2 സംഖ്യകളെയും എന്ത് പറ്റും? 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താ? അതിൽ ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ എന്നാണ്. 3600 ആണോ ചെറുത്? 900 ആണോ ചെറുത്? നമ്മുടെ ഉത്തരം കിട്ടി, 900. മകളെ, 10ാമത്തെ ചോദ്യം എങ്ങനെയാണെടാ? 10ാമത്തെ ചോദ്യത്തിന് ഞാൻ അപ്പുറത്ത് മാറ്റി എഴുതാട്ടോ. ഇതാണ് 10ാമത്തെ ചോദ്യം. എടാ, ഈ 10ാമത്തെ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
താഴെ കിടക്കുന്ന ആളും മുകളിൽ കിടക്കുന്ന ആളും നോക്കിക്കേ. ഇവിടെ 0.027, അതിന്റെ നേരെ മുകളിൽ 0.27. ഇവിടെ 0.021, നേരെ മുകളിൽ 0.21. ഇവിടെ 0.029, നേരെ മുകളിൽ 0.29. എന്ന് വെച്ചാൽ എന്താ? 0.027നെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതല്ലേ 0.27. 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ? ഇവിടെ ഒരു 0 ഉള്ള 10ന്റെ പവർ കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ ഈ ഡെസിമൽ ഡിജിറ്റ്, ഈ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങും. അങ്ങനെ 0.27 എന്ന് കിട്ടി. ഈ 0.021നെ 10 കൊണ്ട് ഗുണിച്ചാലല്ലടാ അത് 0.21 ആകുന്നത്. അതേപോലെ 0.029നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ അത് 0.29 ആകുന്നത്. അല്ലെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഉണ്ടാവണം. അപ്പൊ ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? താഴെ a² + b² + c² എന്നാണെങ്കിൽ മുകളിൽ 10a, അല്ലെ? ഈ സംഖ്യനെ 10 കൊണ്ട് ഗുണിച്ചതിന്റെ സ്ക്വയർ, താഴെ കിടക്കുന്ന ബിനെ 10 കൊണ്ട് ഗുണിച്ചതിന്റെ സ്ക്വയർ പ്ലസ് താഴെ കിടക്കുന്ന സീനെ 10 കൊണ്ട് ഗുണിച്ചതിന്റെ സ്ക്വയർ. ഈ രൂപത്തിലാണ് ഈ ആശാൻ കിടക്കുന്നത്. ഈ ചോദ്യം ഞാനിവിടെ നീട്ടി വലിച്ച് എഴുതുന്നില്ല, പകരം എയും ബിയും സി ആക്കിയിട്ട് എഴുതട്ടെ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0.027, ബി എന്ന് പറഞ്ഞാൽ അത് 0.021, സി എന്ന് പറഞ്ഞാൽ 0.029. താഴെ കിടക്കുന്ന ആളുകൾ. അപ്പൊ √10a അതിന്റെ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 10ന്റെ സ്ക്വയറും എയുടെ സ്ക്വയറാണ്. അപ്പൊ 100a² പ്ലസ് അടുത്തെന്താ 100b² പ്ലസ് 100c² എന്ന് മുകളിൽ വരും. താഴെ a² പ്ലസ് b² പ്ലസ് c² എന്ന് വരും. ഓക്കെ. എടാ ഈ 3 പദങ്ങളിലും, മുകളിലുള്ള 3 പദങ്ങളിലും ആര് പൊതുവായിട്ടുണ്ട്? 100 ഉണ്ട് അല്ലെ? 3 ആളിലും 100 ഉണ്ട്. അപ്പൊ ഞാൻ ആ 100നെ പൊതുവായിട്ട് പുറത്തേക്ക് എടുക്കുന്നു. റൂട്ടിനകത്ത് മുകളിൽ 100നെ ഞാൻ പുറത്തേക്ക് എടുത്താൽ ബാക്കി a² അല്ലെ? ഇതിന്ന് 100 പോയാൽ അവിടെ a². രണ്ടാമത്തെ 100 പോയാൽ 100 പോവല്ല, 100നെ പുറത്തേക്ക് എടുത്തിരിക്കുക, അവിടെ b² പ്ലസ് മൂന്നാമത്തെ പദത്തിൽ നിന്ന് 100നെ പുറത്തേക്ക് വലിച്ചാൽ അവിടെ c² ബൈ താഴെ ആരുണ്ടടാ a² പ്ലസ് b² പ്ലസ് c². ഓക്കെ. മുകളിലും താഴെയും ഒരേ ആള്, നമുക്ക് അവരെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആരേ ഉള്ളൂ? റൂട്ടിനകത്ത് 100 മാത്രം. 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? അത് 10. ഇത്രയേ ഉള്ളൂ. 10 നമ്മുടെ ശരിയായ ഉത്തരം, ഓപ്ഷൻ എ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കാണണം, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? മക്കളെ അങ്ങനെ 11ാമത്തെ ചോദ്യം പറയുന്നത് എങ്ങനെയാണ്? ഒരു സംഖ്യയോട് 2 കൂട്ടിയതിന്റെ വർഗം 36 ആണെങ്കിൽ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത് ഏത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസ് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. സംഖ്യ 6 പരിഗണിച്ച്, ഇപ്പോൾ എന്താ പറഞ്ഞത്, ആ സംഖ്യയോട് 2 കൂട്ടണം. അപ്പോൾ 6ന്റെ കൂടെ 2 കൂട്ടിയിട്ട് അതിന്റെ സ്ക്വയർ കാണണം. അതെന്ത് കിട്ടണം? 36 ആകണം. 6ന്റെ കൂടെ 2 കൂട്ടിയാൽ 8 ആണ്. 8ന്റെ സ്ക്വയർ 36 അല്ല എന്ന് നമുക്കറിയാം, 64. അപ്പൊ 36ന് തുല്യമല്ല. ഇനി ബി 4. 4ന്റെ കൂടെ 2 കൂട്ടി അതിന്റെ സ്ക്വയർ കണ്ടാൽ 36 കിട്ടുമോ? 4ഉം 2 കൂട്ടിയാൽ 6. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വേണമെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ വാചകത്തിനെ ഗണിതത്തിന്റെ ഭാഷയിലേക്ക് മാറ്റണം. ഏതോ ഒരു സംഖ്യ നമുക്കറിയില്ല, ആ സംഖ്യയുടെ കൂടെ 2 കൂട്ടി എന്നിട്ട് അതിന്റെ വർഗം കണ്ടു, അപ്പൊ നമുക്ക് 36 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തരെയായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കടത്തും. ആദ്യം ഈ സ്ക്വയറിനെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടുന്നു. ഇവിടെ x+2 മാത്രം, അവിടെ 36 ഉണ്ട്. സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് റൂട്ടായി മാറി. ഇപ്പൊ x+2, എക്സിന്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് 36ന്റെ റൂട്ട് എത്രയാ? 6 കിട്ടും. എങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കൂട്ടണം 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 6 ഉണ്ട്, 6 എഴുതി. കൂട്ടണം 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് കുറയ്ക്കണം 2 ആയി. എക്സിന്റെ വില എത്രയാ? 6ൽ നിന്ന് 2 പോയാൽ ബാക്കി 4. ഇങ്ങനെയും കണ്ടുപിടിക്കാം. നോക്കൂ, അതേപോലെ മറ്റൊരു ചോദ്യം. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64. നിങ്ങൾക്ക് വേണമെങ്കിൽ 64 എന്തിന്റെ റൂട്ടാണ്? 64ന്റെ റൂട്ട് എത്രയുടെ? 8. 8 കിട്ടാൻ ഏതോ ഒരു സംഖ്യയുടെ കൂടെ 3 കൂട്ടി എന്ന് ചിന്തിക്കാം. അപ്പൊ എന്താണ്? 5 ആണ് ഉത്തരം, അങ്ങനെ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യുക. 5ന്റെ കൂടെ 3 കൂട്ടുക,
എന്നിട്ട് അതിന്റെ വർഗം കാണുക. അപ്പോൾ 64 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 5 3 കൂട്ടിയാൽ 8. 8ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 64 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് അങ്ങനെ ഒറ്റയടിക്ക് കിട്ടാം ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്താൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി ഈ കിടക്കുന്ന വാചകത്തിനെ കണക്കിന്റെ ഭാഷയിലേക്ക് മാറ്റണം. ഏതോ ഒരു സംഖ്യയുടെ കൂടെ 3 കൂട്ടി അതിന്റെ വർഗം കണ്ടപ്പോൾ 64 കിട്ടി. ഇനി എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് പ്ലസ് 3 എത്രയാ? ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോയപ്പോൾ സ്ക്വയർ റൂട്ടായി മാറി. അപ്പൊ എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 8. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് 8ൽ നിന്നും ഈ കൂട്ടണം 3 അപ്പുറത്തേക്ക് പോയി, അത് കുറയ്ക്കണം 3 ആയി. 8ൽ നിന്ന് 3 കുറച്ചാൽ കിട്ടുന്നത് 5. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 13ാമത്തെ ചോദ്യം. മക്കളെ 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാത്രയങ്ങളിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ പാലിക്കാത്തത് എന്ത്? എന്താണ് ഈ സാധനം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ. എവിടെയോ കേട്ടതുപോലെ തോന്നുന്നില്ലേ? നമ്മളൊക്കെ പണ്ട് പഠിച്ചു മറന്ന ഒരു സാധനം, പൈതഗോറസ് തിയറം. ആ മട്ടത്രികോണത്തിന്റെ പാദം ബേസ് എന്ന് പറയുന്നത് എയും അതിന്റെ ലംബം എന്ന് പറയുന്നത് ബിയും അതിന്റെ കർണം എന്ന് പറയുന്നത് സിയുമായി പരിഗണിച്ചാൽ ഈ പാദത്തിന്റെ വർഗം അതുപോലെ ലംബത്തിന്റെ വർഗം ഇവരുടെ തുകയായിരിക്കും ഇവരുടെ കർണത്തിന്റെ വർഗം. അപ്പൊ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന 2 ബേസിക് ത്രയങ്ങളുണ്ട്, 2 അടിസ്ഥാന സംഖ്യാത്രയങ്ങളുണ്ട്. അതങ്ങോട്ട് കാണാതെ പഠിച്ചു വെച്ചാൽ ബാക്കി സെറ്റായി. ആ സംഖ്യാത്രയങ്ങൾ എന്ന് പറയുന്നത് 3 4 5 5 12 13. ബാക്കിയുള്ളതെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവരുടെ ഗുണിതങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ അടുത്ത സംഖ്യാത്രയം 3, ഇപ്പൊ 3ന്റെ ഇരട്ടി 6 ആണെങ്കിൽ 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10. ഇത് ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. ഇനി 3നെ 3 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 9, 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12, 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15. ഇതിന്റെ ഉത്തരവും കറക്റ്റ് ആയിരിക്കും. എങ്ങനെ? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 10ന്റെ സ്ക്വയർ ആയിരിക്കും. 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന 15ന്റെ സ്ക്വയർ ആയിരിക്കും. ഇതാണ് പറഞ്ഞ കൺസെപ്റ്റ്. അതേപോലെ മറ്റൊരു ത്രയമാണ്, സംഖ്യാത്രയമാണ് 5 12 13. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ഉത്തരം 13ന്റെ വർഗ്ഗമായിരിക്കും. അതേപോലെ ഇനി 5നെ 2 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കും, അപ്പൊ 10 കിട്ടും. 10ന്റെ സ്ക്വയർ പ്ലസ് 12നെ 2 കൊണ്ട് ഗുണിച്ചാൽ 24ന്റെ സ്ക്വയർ ചെയ്താൽ 13ന്റെ ഇരട്ടി 26ന്റെ സ്ക്വയർ ആയിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം. 3 4 5 5 12 13. ഇത് മനസ്സിൽ വെക്കണം. ഇതേ കിടക്കുന്നു 3 4 5 5 12 13. ഇത് ഈ സംഖ്യാത്രയം പാലിക്കും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം സി സ്ക്വയർ എന്ന കണ്ടീഷൻ പാലിക്കും. ഇനി ഇവരുടെ ഗുണിതങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. ഇത് 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10. അപ്പൊ ഈ 3 ഈ കണ്ടീഷൻ പാലിക്കും. അപ്പോൾ പാലിക്കാത്തത് ഏതായിരിക്കടാ? 6 15 17 ആയിരിക്കും. കാണുന്നുണ്ടല്ലോ അല്ലെ? 6 15 17 ആയിരിക്കും. അതായത് 6 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് 17ന്റെ സ്ക്വയർ കിട്ടില്ല. 17ന്റെ സ്ക്വയർ കിട്ടില്ല. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 14ാമത്തെ ചോദ്യം ഇങ്ങനെ: 5001ന്റെ വർഗത്തിൽ നിന്ന് 4999ന്റെ വർഗം കുറയ്ക്കണം. നമുക്ക് 5001ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 4999ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അവരെ തമ്മിൽ കുറയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര സമയം പോകും? അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി, എടാ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണെന്ന്. എന്താണ്? 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ആ 2 സംഖ്യകളുടെ തുകയും ആ 2 സംഖ്യകളുടെ വ്യത്യാസവും തമ്മിൽ ഗുണിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് ചെയ്യാലോ. എ എന്ന് പറയുന്നത് 5001, ബി എന്ന് പറയുന്നത് 4999. എങ്കിൽ നമുക്കിവിടെ എഴുതാം 5001 സ്ക്വയർ മൈനസ് 4999ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യം ഇവരുടെ തുക 5001ന്റെ കൂടെ 4999 കൂട്ടുന്നു, എന്നിട്ട് ഇവരെ തമ്മിൽ കുറയ്ക്കുക. 5001 മൈനസ് 4999. ഇത് കുറച്ചാലും കൂട്ടിയാലും എത്ര കിട്ടും നോക്കാം. എടാ 4999ന്റെ കൂടെ ആദ്യം നമുക്ക് ഈ 1 കൂട്ടാം.
അപ്പൊ 5000 ആയി. അപ്പൊ 5000 കൂടെ പിന്നെ ബാക്കിയുള്ള 5000 കൂട്ടിയാൽ എത്ര? 10000. 10 100 1000 ഇൻറ്റു 5001 നിന്ന് 4999 കുറച്ചാൽ എത്ര കിട്ടും? 4999 5001 ആകാൻ എത്ര വേണം നോക്കുക. 4999 കഴിഞ്ഞാൽ 5000 5001 കുറച്ചാൽ 2 കിട്ടും. അപ്പൊ 2 ഗുണിക്കണം 10000 അല്ലെങ്കിൽ 2 10000 ചേർന്നാൽ 20000. നമ്മുടെ ഉത്തരം 2 ഇട്ടിട്ട് 4 0 ഇട്ടാൽ ആയി. 2 ഇട്ട് 4 0 ഇത് കിടക്കുന്നു. 2 ഇട്ടിട്ട് 4 0 20000. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മക്കളെ 15ാമത്തെ ചോദ്യം ഇങ്ങനെ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ആകാവുന്ന സംഖ്യകളേവ? പൂർണ്ണവർഗം ആവാൻ സാധ്യതയുള്ളത്. നമ്മൾ ആ 2 കണ്ടീഷൻ ഒന്ന് ഓർക്കണം. എന്താണ് 2 കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? അത് ഒരിക്കലും ആ സംഖ്യയുടെ പൂർണ്ണവർഗമാണെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം ഒരിക്കലും 2 3 7 8 ആവില്ല. 2 3 7 8 ആവില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേ? എടാ, ഈ തന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യ ആണെങ്കിൽ അതിലെ അക്കങ്ങളെല്ലാം കൂട്ടിക്കിട്ടുന്ന ആ സിംഗിൾ ഡിജിറ്റ് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947. ഇതിലേതെങ്കിലും ഒന്ന് ആയിരിക്കും. ഒരു കണ്ടീഷനും കൂടി പറയാം. തന്നിരിക്കുന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയിലെ അവസാനം മൊത്തം 0 ആണെന്ന് വിചാരിക്കാം. അവസാനത്തെ പൂജ്യങ്ങളുടെ എണ്ണം അത് ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒരു കാലത്തും അതൊരു പൂർണ്ണവർഗ സംഖ്യ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ 3 കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിലെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ അത് 4 9 0 0 0. നോക്കിക്കടാ, ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ കണ്ടീഷനാണ് ഇവിടെ. അവസാനത്തെ അക്കങ്ങളെല്ലാം 0. എത്ര പൂജ്യങ്ങളുണ്ട്? 3 പൂജ്യങ്ങളുണ്ട്. 3 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയല്ലേ? ആ പൂജ്യങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ 49 3 പൂജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. എങ്കിൽ രണ്ടാമത്തെ നോക്കാം. 7 9 2 8. ഇവിടുത്തെ അവസാനത്തെ അക്കം നോക്കിക്കടാ, 8. ഒരിക്കലും അവസാനത്തെ ഡിജിറ്റ് 8 ആയിരിക്കില്ല. ആരുടെ? പൂർണ്ണവർഗത്തിന്റെ. അപ്പോ രണ്ടാമത്തേതും അല്ല. മൂന്നാമത്തേത് നോക്കാം. 2 2 2 2. ഇവിടെയും പണിപാളി. എന്താണ്? അവസാനത്തെ അക്കം ഒരു പൂർണ്ണവർഗമാണെങ്കിൽ ഒരിക്കലും 2 ആവില്ല. നാലാമത്തെ സംഖ്യ നോക്കാം. 50 50 50. അവസാനം 0-ത്തിലാണ് അവസാനിക്കുന്നത്. 0-ത്തിൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ അതൊരു പൂർണ്ണവർഗമല്ല. ഇവിടെ ഒരേ ഒരു 0. അപ്പോൾ അതൊരു പൂർണ്ണവർഗമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. ഇതിലെ 5 5 5 എല്ലാം കൂടി കൂട്ടുക. ഇതിലെ എല്ലാ അക്കങ്ങളും കൂട്ടുക. എല്ലാ അക്കങ്ങളും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ കൂട്ടും അല്ലെ? ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തിക്കണം. 1 5 കൂട്ടിയാൽ കിട്ടുന്നത് 6. 6 എന്ന് പറയുന്നത് 1947 വരുന്ന സംഖ്യയാണോ? 1 അല്ല, 9 അല്ല, 4 അല്ല, 7 അല്ല. കിട്ടിയത് 6 ആണ്. അങ്ങനെയും നമുക്ക് ഉറപ്പിക്കാം നാലാമത്തെ ഓപ്ഷൻ പൂർണ്ണവർഗം അല്ല എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നു. 2 3 4 5 3. ഇവിടെയും പണി വാളി. എന്താണ്? അവസാനത്തെ അക്കം ഒരിക്കലും 3 ആവില്ല. അപ്പൊ അഞ്ചാമത്തെ ഓപ്ഷൻ എന്തല്ല? അഞ്ചാമത് തന്ന സംഖ്യയും ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. ഒരാളും പൂർണ്ണവർഗമല്ല. അപ്പൊ ഏതാ നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇവ ഒന്നും പൂർണ്ണവർഗമല്ല. മക്കളെ, ഇതോടുകൂടി 2022 സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അഥവാ വർഗവും വർഗമൂലവും എന്ന ഭാഗത്തും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. 15 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്കിനി 2023 ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.